കനത്ത തിരിച്ചടി നേരിട്ട LDF-ല് ചെറു പാർട്ടികൾക്ക് വലിയ നഷ്ടം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ NCP, കേരള കോൺഗ്രസ് എസ്, INL തുടങ്ങിയ പാർട്ടികൾക്ക് MLA-മാരില്ലാത്തത് കനത്ത തിരിച്ചടിയാണ്. UDF തരംഗത്തിന് പുറമെ സ്ഥാനാർത്ഥി നിർണയവും ആഭ്യന്തര കലഹവും ഒക്കെ ഈ പാർട്ടികൾക്ക് വലിയ പ്രതിസന്ധിയായിരുന്നു. കോഴിക്കോട് നിന്ന് പ്രസാദ് ഉടുമ്പശ്ശേരിയുണ്ട്. പ്രസാദ്, എലത്തൂരിലെ NCP-യുടെ തോൽവി, അതേപോലെ തന്നെ ഇപ്പം പത്തനാപുരത്തെ കേരള കോൺഗ്രസ് ബിയുടെ തോൽവി, ഇതൊന്നും ഇടതുമുന്നണി ഒരിക്കലും വിലയിരുത്തിയിരുന്ന കാര്യങ്ങളല്ല. ഇപ്പം പാർട്ടി തോറ്റതിനൊപ്പം തന്നെ CPM-ന് പരാജയം ഉണ്ടായതുപോലെ തന്നെ ഘടകകക്ഷികൾക്കും വമ്പൻ പരാജയമാണ്. പാർട്ടി പോലും ഇല്ലാത്തൊരവസ്ഥ. ഇപ്പം കേരള കോൺഗ്രസ് ബി ഒക്കെ എടുത്താൽ പാർട്ടി പോലും ഇല്ല. ഇനിയിപ്പം അവരുടെ ഒരു പ്രതിനിധി എന്ന് പറയുന്ന ഒരാൾ പോലും സഭയിലില്ല. അപ്പം ഈ ഒരു സാഹചര്യം എങ്ങനെയാണ് വിലയിരുത്തുന്നത്? സേതു, അതൊരു വലിയ പ്രതിസന്ധി തന്നെയാണ് ഈ ചെറിയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം എന്നുള്ളതാണ്. ഇപ്പോൾ NCP 2 സീറ്റുകളിലാണ് മത്സരിച്ചത്. ഒന്ന് കോഴിക്കോട് എലത്തൂരും മറ്റൊന്ന് കുട്ടനാട് സീറ്റിലുമാണ് മത്സരിച്ചത്. ഇപ്പോൾ എലത്തൂരിൽ സീറ്റ് എടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ CPM-നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഉറച്ച കോട്ട, CPM-ന്റെ ഒരു ശക്തി കേന്ദ്രമാണ്. അവർ അവരുടെ ഒരു ഘടകകക്ഷിയെ അവിടെ നിർത്തുകയും മത്സരിപ്പിച്ച് വിജയിപ്പിക്കുകയും ഒക്കെ ചെയ്ത ഒരു മണ്ഡലമാണ്. പക്ഷേ ഇത്തവണ ഒരു പ്രധാനപ്പെട്ട സംഭവം, സ്ഥാനാർത്ഥി NCP-യുടെ ശശീന്ദ്രൻ, AK ശശീന്ദ്രൻ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും അദ്ദേഹത്തിന് ഒന്ന് നടന്ന് വോട്ട് ചോദിക്കാൻ പോലും കഴിയാത്ത സാഹചര്യം ഉണ്ടായിട്ട് പോലും അദ്ദേഹം തന്നെ മത്സരിക്കണമെന്ന് വാശി പിടിക്കുകയും ആ പാർട്ടിയിലെ തന്നെ NCP-യിലെ തന്നെ ഏതെങ്കിലും മറ്റു മുതിർന്ന നേതാക്കളെയോ അതല്ലെങ്കിൽ യുവ നേതാക്കളെയൊക്കെ മാറ്റി അവർക്കൊരു അവസരം കൊടുക്കാനൊന്നും ശശീന്ദ്രൻ തയ്യാറായില്ല എന്നുള്ളതാണ്. ഒരു കൊച്ചുകുട്ടിയെ പോലെ വാശി പിടിച്ച് അവിടെ തന്നെ മത്സരിക്കുമെന്ന് പറയുന്ന ഒരു പ്രതിസന്ധി സൃഷ്ടിക്കുകയൊക്കെ ചെയ്തു. അതുകൊണ്ടുകൂടിയാണ് എലത്തൂരിൽ ഒരു കാരണവശാലും CPIM പരാജയപ്പെടുമെന്ന് കരുതിയതല്ല. കഴിഞ്ഞ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി കോഴിക്കോട് ഉണ്ടായിട്ട് പോലും എലത്തൂർ മണ്ഡലത്തിൽ, നിയമസഭാ മണ്ഡലത്തിൽ 10,000-ലേറെ വോട്ടിന്റെ ഭൂരിപക്ഷം അവർക്കുണ്ടായിരുന്നു എന്നുള്ളത് കൂടി എടുത്തു പറയേണ്ടതുണ്ട്. അപ്പം ജനങ്ങളുടെ LDF-ന്റെ ഒപ്പം നിന്ന ആളുകളെ കൂടി വെറുപ്പിച്ചതിന്റെ ഒരു പ്രധാനപ്പെട്ട അതിന്റെ കൂടി തിരിച്ചടിയാണ് എലത്തൂരിലെ തോൽവി എന്നുള്ളതാണ്. അല്ലെങ്കിൽ കോഴിക്കോടൊന്നും എലത്തൂർ ഒരു കാരണവശാലും എത്ര തരംഗമുണ്ടെങ്കിൽ പോലും തോൽക്കില്ല എന്ന് തന്നെയായിരുന്നു CPM വിലയിരുത്തുന്നത്. ആ സ്ഥാനാർത്ഥി നിർണ്ണയമൊക്കെ വലിയ പ്രതിസന്ധിയായിരുന്നു. അവരുടെ പാർട്ടിക്കകത്ത് വലിയ പ്രതിസന്ധി തന്നെയാണ് നേരിട്ട് എന്നുള്ളതാണ്. INL സംബന്ധിച്ചിടത്തോളം നല്ല മത്സരം തന്നെയാണ് കോഴിക്കോട് സൗത്തിൽ അവർ നടത്തിയിട്ടുള്ളത്. മികച്ച മത്സരം തന്നെ നടത്തിയിരുന്നു. പക്ഷേ INL-ന്റെ ഉള്ളിലും അവരുടെ പാർട്ടിക്കകത്ത് ഭിന്നതകൾ ഉണ്ടായിരുന്നു. INL പിന്നീട് രണ്ടാവുകയും അതിലൊരു വിഭാഗമാണ് അഹമ്മദ് ദേവർകോവിൽ വിഭാഗമാണ് അവിടെ മത്സരിക്കുകയൊക്കെ ചെയ്തത്. അപ്പം മറുവശം അവിടെ പുറത്തു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കോൺഗ്രസ് എസിനെ സംബന്ധിച്ചിടത്തോളം കണ്ണൂരിലാണ് മത്സരിച്ചത്. അവിടെയും ഇതുപോലെ തന്നെ മറ്റൊരാളെ, അതായത് രാമേന്ദ്രൻ കടന്നപ്പള്ളിക്ക് പകരം മറ്റൊരാളെ കണ്ടെത്താൻ കഴിയാതെ മറ്റൊരു സ്ഥാനാർത്ഥിയെ നിർത്താൻ കഴിയാത്തതൊക്കെ വലിയ പ്രതിസന്ധിയാണ്. അപ്പോൾ ചെറിയ പാർട്ടികൾ എപ്പോഴും അവർ തന്നെ സ്ഥിരമായി മത്സരിക്കുന്നു എന്നുള്ളൊരു മടുപ്പ് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതിന്റെ ഒരു തിരിച്ചടി കൂടിയാണ് ഈ ഒരു വലിയ തരംഗം. UDF-നെ സംബന്ധിച്ചിടത്തോളം UDF തരംഗമുണ്ടായി. പക്ഷേ എങ്കിൽ പോലും ഇത്തരം കാര്യങ്ങൾ കൂടി പരിഗണിക്കേണ്ടിയിരുന്നു ചെറിയ പാർട്ടികൾ എന്നുള്ളതാണ് അതിന്റെ ഉത്തരമാണ് ആ ഒരു വലിയ തിരിച്ചടി.